കണ്ണൂർ കോൺഗ്രസിൽ കാലങ്ങളായി നിലനിൽക്കുന്ന സുധാകരനിസത്തിന് അന്ത്യം കുറിക്കാൻ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് നേരിട്ട് കച്ചമുറുക്കുന്നു. പാർട്ടിയെയും അധ്യക്ഷനെയും ഒരേപോലെ പ്രതിരോധത്തിലാക്കിയ വ്യാജകത്ത് വിവാദത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള സണ്ണി ജോസഫിന്റെ തീരുമാനം കണ്ണൂരിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ അടിമുടി മാറ്റുന്നതാണ്. സുധാകര അനുകൂലികൾക്കെതിരെ കേസെടുത്തതോടെ ഗ്രൂപ്പ് പോരിന് അപ്പുറം പാർട്ടിക്കുള്ളിലെ ക്രിമിനൽ സ്വഭാവമുള്ള നീക്കങ്ങളെ അടിച്ചമർത്തുമെന്ന കർശന നിലപാടിലാണ് അധ്യക്ഷൻ. തന്റെ പേരിൽ വ്യാജ ലെറ്റർ പാഡ് ഉണ്ടാക്കി AICC അധ്യക്ഷന് പരാതി അയച്ചു എന്ന പ്രചരണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് സണ്ണി ജോസഫ് വിഭാഗത്തിന്റെ ഉറച്ച വിശ്വാസം. കണ്ണൂരിലെ കോൺഗ്രസിനെ സ്വന്തം തറവാട് പോലെ കൊണ്ടു നടക്കുന്ന സുധാകര ഗ്രൂപ്പിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്ക് കടുത്ത മറുപടി നൽകാനാണ് സണ്ണി ജോസഫിന്റെ നീക്കം. കെ സുധാകരന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് താൻ കത്തയച്ചു എന്ന പ്രചരണം സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിഹത്യയ്ക്ക് തുല്യമാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിച്ചതിലൂടെ പേരാവൂരിലെ തന്റെ വിജയസാധ്യതകളെ തകർക്കാൻ സ്വന്തം പാർട്ടിക്കാർ തന്നെ ശ്രമിച്ചുവെന്ന വേദന സണ്ണി ജോസഫിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫിന്റെ പേരിൽ പുറത്തുവന്ന കത്ത് കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചത്. സുധാകരന് പകരം TO മോഹനനെ പിന്തുണയ്ക്കുന്നു എന്ന വാദത്തിലൂടെ സുധാകരൻ സണ്ണി ജോസഫ് പോര് മറനീക്കി പുറത്തുവന്നു. എന്നാൽ ഈ കത്ത് വ്യാജമാണെന്ന് സണ്ണി ജോസഫ് ആവർത്തിക്കുമ്പോഴും അതിനെ പരിഹസിക്കുന്ന നിലപാടാണ് സുധാകരൻ സ്വീകരിച്ചത്. കത്ത് വ്യാജമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന സുധാകരന്റെ പ്രസ്താവന സണ്ണി ജോസഫിനെ ശരിക്കും ചൊടിപ്പിച്ചു. ഒരു വ്യാജരേഖ ചമയ്ക്കപ്പെട്ടപ്പോൾ അതിനെ അപലപിക്കുന്നതിന് പകരം അത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ സുധാകരൻ ശ്രമിച്ചത് പാർട്ടിക്കുള്ളിലെ വലിയ അച്ചടക്ക ലംഘനമായാണ് KPCC അധ്യക്ഷൻ കാണുന്നത്. ഇതോടെയാണ് സൈബർ പോലീസിൽ പരാതി നൽകി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. KPCC ആസ്ഥാനത്ത് നിന്ന് കത്ത് ചോർന്നുവെന്നും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സണ്ണി ജോസഫ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട സുധാകരൻ പക്ഷത്തിന് കേസിലൂടെ മറുപടി നൽകാനാണ് A വിഭാഗം ലക്ഷ്യമിടുന്നത്. പാർട്ടിക്കുള്ളിലെ പദവികൾ ഉപയോഗിച്ച് വ്യാജരേഖകൾ നിർമ്മിക്കുന്നത് ഗുരുതരമായ കുറ്റമാണെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ എത്ര ഉന്നതരായാലും സംരക്ഷിക്കില്ലെന്നുമാണ് സണ്ണി ജോസഫിന്റെ നിലപാട്. പേരാവൂർ മണ്ഡലത്തിൽ സണ്ണി ജോസഫിനെ തോൽപ്പിക്കാൻ സുധാകര അനുകൂലികൾ കരുനീക്കം നടത്തിയെന്ന ആരോപണം ശക്തമാണ്. UDF കോട്ടകളിൽ വോട്ട് കുറഞ്ഞതും പലയിടങ്ങളിലും LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് അനുകൂലമായി ക്രോസ് വോട്ടിംഗ് നടന്നതും ഇതിന്റെ സൂചനയായി കാണുന്നു. സുധാകരനെ ചൊടിപ്പിച്ചതിന്റെ പ്രതികാരം പേരാവൂരിൽ തീർക്കാൻ ഗ്രൂപ്പ് ശ്രമിച്ചുവെന്നാണ് സണ്ണി ജോസഫ് പക്ഷം വിശ്വസിക്കുന്നത്. കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സുധാകരന്റെ വാക്ക് അവസാന വാക്കായിരുന്നു. എന്നാൽ സണ്ണി ജോസഫ് KPCC അധ്യക്ഷ പദവിയിലെത്തിയതോടെ ഈ ആധിപത്യത്തിന് ഇടിവുതട്ടി. സുധാകരന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനും സംഘടനാപരമായ അച്ചടക്കം കൊണ്ടുവരാനും സണ്ണി ജോസഫ് ശ്രമിച്ചതാണ് ഇപ്പോഴത്തെ ഈ തുറന്ന യുദ്ധത്തിന് കാരണമായത്. വ്യാജകത്ത് വിവാദത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമായതോടെ കണ്ണൂരിലെ പല പ്രമുഖ നേതാക്കളും നിഴലിലാണ്. അഡ്വക്കേറ്റ് KJ ജോസഫിനെ പോലെയുള്ള സുധാകരന്റെ വിശ്വസ്തർ പ്രതിപട്ടികയിൽ വന്നത് സുധാകര ഗ്രൂപ്പിന് വലിയ ക്ഷീണമായിട്ടുണ്ട്. ഗ്രൂപ്പ് വൈരാഗ്യം വ്യക്തിവൈരാഗ്യമായും ക്രിമിനൽ കേസുകളായും മാറുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. സണ്ണി ജോസഫ് നൽകിയ പരാതിയിൽ സൈബർ പോലീസ് ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും കമന്റുകളും പരിശോധിച്ചു വരികയാണ്. വ്യാജരേഖ നിർമ്മിച്ചതിന് പിന്നിൽ IT സെല്ലിലെ ചിലരുടെ പങ്കും സംശയിക്കുന്നുണ്ട്. ഹൈക്കമാൻഡിനെ തെറ്റിദ്ധരിപ്പിക്കാനും സംസ്ഥാന നേതൃത്വത്തെ അസ്ഥിരതപ്പെടുത്താനും നടന്ന ഈ നീക്കത്തിന്റെ വേരുകൾ തേടിയാണ് അന്വേഷണം നടക്കുന്നത്. കോൺഗ്രസിൽ തങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന സുധാകര പക്ഷത്തിന്റെ പരാതിയാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. എന്നാൽ വ്യാജരേഖയുണ്ടാക്കി നേതാക്കളെ വ്യക്തിഹത്യ ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് സണ്ണി ജോസഫിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. കണ്ണൂരിൽ ഇനി സുധാകരനിസം മാത്രമല്ല പാർട്ടിയുടെ ഭരണഘടനയും അച്ചടക്കവുമാണ് വലുതെന്ന് സണ്ണി ജോസഫ് തെളിയിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കണ്ണൂരിലെ കോൺഗ്രസ് അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. സണ്ണി ജോസഫ് ജയിച്ചാലും തോറ്റാലും കണ്ണൂരിലെ ഗ്രൂപ്പ് പോര് ഇനിയും ശക്തമാകും. സുധാകരനെതിരെയുള്ള പടയൊരുക്കം സണ്ണി ജോസഫ് വ്യക്തിപരമായി നടത്തുന്നതല്ല, മറിച്ച് കേരളത്തിലെ വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെയാണെന്നും സൂചനയുണ്ട്. പാർട്ടിയെ ഒരു വ്യക്തിയുടെ താൽപര്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണ് കേസിലൂടെ സണ്ണി ജോസഫ് നൽകുന്നത്. പോലീസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കണ്ണൂർ DCCയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം. സുധാകരന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ ആളുകൾക്കെതിരെ കേസെടുപ്പിക്കാൻ കഴിഞ്ഞത് സണ്ണി ജോസഫിന്റെ കരുത്തായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു.